പൊക്കി കൊന്നിട്ടേ ഉള്ളു ബാക്കി കാര്യം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മളുള്ള മൺട്രോത്തുരുത്തിലാണ്. ഒരു ഈവനിങ് നമ്മൾ ചുമ്മാ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല വെയിലാണ്, ഇപ്പം നല്ല മഴയും. സെറ്റ് വൈബ് എന്ന് പറഞ്ഞാൽ സെറ്റ് വൈബ്. വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര പേടിയുള്ളതാണ്. അതെ, അഷ്ടമുടി കായൽ വഴി നീന്തി തുടിച്ച് കിടക്കുന്നത്. ഒരു ഈവനിങ് ഫ്രീ ആയിട്ട് ഇട്ടിപ്പോൾ നേരെ ബൈക്ക് എടുത്തുകൊണ്ട് ഈ മൺട്രോത്തുരുത്ത് പോരുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവന് വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര പേടിയാണ്. നേരെ കയാക്കിങ് ബുക്ക് ചെയ്ത് അവൻ്റെ പേടിയൊന്ന് മാറണമല്ലോ. ഇവൻ്റെ പേടി എങ്ങനെ മാറിയത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വെള്ളത്തിലിറങ്ങാൻ പേടിയുണ്ടെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ഒന്ന് കണ്ടേക്കണേ. ഇവിടെ എത്ര പിടിച്ചത്? ഒരുമിച്ച് പാടാ. പിന്നെ എടാ ഒന്നുമില്ല ഉണ്ടാവും പറയുന്ന ശ്രദ്ധിക്കുന്നു ഞാൻ ആദ്യം. അഞ്ചിന് നീ വെള്ളത്തിൽ ഇറങ്ങി ഓട്ടോമാറ്റിക്കലി തുഴയോടാസില് ചെറുതി പോന്ന അവനോട്. എടാ ഇനി ക്യാമറ എല്ലാം കൂടെ വെക്കണ്ട, നടന്നു പോകുന്ന വെള്ളത്തിൽ കൂടെ. തുഴയാൻ തരാം നിനക്ക്. നിർത്തി, ഇയാളുള്ള പരിപാടി നിർത്തി. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ അസില്. ഇരി അവിടെ ബാക്കിലോട്ടങ്ങിരി ഇരി. അത്രേ ഉള്ളു. ഒരു പട്ടാള ക്ലാസ് ഫുള്ള് നീ ഇപ്പൊ കേട്ട് തുഴഞ്ഞില്ലെങ്കിലാ. ആ വള്ളി എന്തോ ബ്രോ അതങ്ങ് ലോക്കാവത്തൊന്നും ഇങ്ങോട്ടല്ലേ? രണ്ട് തുഴഞ്ഞ നീ പയ്യെ ഓളം ഉണ്ട്. ഇയാളെ പയ്യെ പോയാ മതി. ഞാൻ വരാം, പൊക്കോ. പോയിട്ടൊക്കെ വാ. ശരീരം അനങ്ങട്ടെന്ന് അതാ ഉദ്ദേശിക്കുന്നവൻ. കാലൊക്കെ കാല് തട്ടും. പയ്യപ്പ എന്നില്ല ഞാൻ വരാം, വെയിറ്റ്. ഒരാവേശത്തിന് അസിലവന് സിംഗിൾ ബോട്ടും കൊടുത്ത് ഞാൻ ഒരു ഡബിൾ ബോട്ടാണ് എടുത്തത്. അതിന്റെ ചതി എനിക്ക് ആദ്യം മനസ്സിലായില്ല. തുഴഞ്ഞു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആ ചതി മനസ്സിലായത്. ക്യാമറ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന റിസ്ക് അതിനകത്ത് പാടാ. അസിലാമ മുന്നിൽ പോകുന്നുണ്ട്. ഭയന്ന് ആ പുള്ളി പോന്നെ. വിചാരിക്കുന്നതൊക്കെ അത്ര എളുപ്പമുള്ള പരിപാടിയല്ലേ ഈ കയാക്കിങ്. അവിടെ നിന്ന് നമ്മൾ വന്ന് ആ സൈഡിൽ നിന്ന് ഇപ്പൊ ഇവിടെ എത്തി. നീന്തൽ അറിയാത്ത അവൻ ഇവിടെ തുഴഞ്ഞ. അത് അഷ്ടമുടി കായലിലാണ് തുഴയുന്ന പയ്യൻ. അത് കറങ്ങ് ഓളം അടിക്കും. നീ ഭയക്കൊന്നും ചെയ്യണ്ട. എന്താ ഭയം? ഇപ്പൊ പേടി മാറിയ നീ എവിടെയാ പോന്നെ? ഇങ്ങോട്ടാണോ? ഇവിടെ വാ, ഇങ്ങോട്ട് വേണോ? കറങ്ങാറേ, ഇങ്ങോട്ട് വരും. വാ ഇങ്ങോട്ട്. നിന്നെ കാണിക്കുന്നുണ്ട്. വാ പോടെ. ആ ചെയ്യാം. ഷകിൽ ശശിധരൻ. ഇപ്പൊ പേടി മാറിയ നിന്റെ? എന്ത് പേടി? നീ ക്യാമറ ഓടിയെങ്കിൽ എനിക്കൊന്നും വയ്യ. പോടെ. എളുവിന്റെ പേടിയിലെന്തിനാ? അവിടെ കയറിയിട്ട് തിരിച്ചു വരണോ?
ഓ ഇന്ന് മാറിയിട്ടില്ലെന്ന്. ഓടിപ്പോയാ ചാവും, അത്രയല്ലേ ഉള്ളൂ. ഇത്ര നേരം അവിടെ പേടിച്ചെന്നോനെ. ആ പൊങ്ങി കിടക്കാതെ ഉള്ളറാ. നമ്മള് പെട്ടെന്ന് വന്ന് ഗൈസ്, ഇവിടെ നല്ല ഓളം ഉണ്ട്. നമ്മളിപ്പോ നിൽക്കുന്ന അഷ്ടമുടിക്കായലിന്റെ തീരത്താണ്. നല്ല ഓളം ഉണ്ട്, നല്ല ഓളം. ഇനി നമുക്ക് അങ്ങോട്ട് പോകണം, അസ്ലവൻകത്തോട്ട് പോകണം. മഴ പെയ്താ വലിച്ചു കേട്ടോ. നനയും. വാട്ടർ പ്രൂഫ് അല്ലേ? ഇസ്ലാമാണ് ഫസ്റ്റ് പോണത്. പിടിച്ചിടിച്ചിടിച്ചിടിച്ച് താൻ എന്തോടോ കാണിക്കുന്നത്? നേരെ പോകാൻ പറഞ്ഞപ്പോ കൊണ്ട് ലോക്കാക്കി അവിടെ. ലോക്കൊന്നും ആവത്തില്ല, ഇയാള് കാണേ വാ. രണ്ടുപേരും ഇട്ട് സെറ്റ് ഷോട്ട്. പോട്ട് നേരെ പോട്ട്. തനിക്കെന്താണോ എന്തോടോ ഈ കാണിക്കുന്നേ? എന്തോടോ സീനാണോ? മെയിൻ ആൾക്കാർ ഇടിക്കാൻ നീ ആയോടാ. ടിഷ്യൂ ടിഷ്യൂ. നമുക്ക് അവരെ പോയി വീഡിയോ എടുക്കാം രണ്ടുപേര്. അപ്പുറം പോണം, അപ്പുറം പോട്ട്. സീനാവട്ടാ വെട്ടോട്ടാ. അതാ മത്സരം, ആര് ജയിക്കും ആര് നോക്കും. എന്റെ ഒരു വീഡിയോ ആരവിടെ എത്തുന്ന അവര് ജയിച്ചു. ഇല്ല ഇല്ല, ഞാൻ ക്യാമറ സെറ്റ് ചെയ്യട്ടെ. മത്സരം വാ. ഇല്ല, ആദ്യം ഒരിടത്ത് നിക്കട്ടെ. നിക്ക്, ഇയാളെ മസ്റ്റിലെ വരുന്ന അങ്ങനെ. ഞാൻ നിന്നില്ലല്ലോ, വാ. നിക്കടാ ഇയാള്. അവിടെ പേടിക്കണ്ട, വാ. എനിക്കൊരു പേടിയില്ല, ഇയാള് പേടിക്കല്ലേ. മത്സരം ഞാൻ ജയിച്ച ഇയാളെ എനിക്ക് അടിച്ചു തരണേ. ആര് ജയിക്കും ആര് തോക്കും? ഇയാൾ ഇവിടെ നിക്കടേ, ഇനി വാ, ബാക്കിലോട്ട് വാ. ഇയാളിഞ്ഞോട് ഞങ്ങൾക്ക് പേടിയാവുന്നോ? അതിലോട്ടോ ആണ്ട, ഞാൻ ബ്രേക്ക് പിടിച്ചോണ്ട് വണ്ടി വാ. അളമ്പ് ചതി ചതി. ഇയാളെ വലിയ ആളോടെ എന്റെ കൊച്ചത്. അത് തെണ്ടിത്തരാ. എന്തുവാ? നിന്നെ കാണാൻ വേണ്ടിട്ടാ വീഡിയോ എടുത്ത് വെച്ചേ. നിക്കടാ അവിടെ. ബ്രേക്ക് ഇടണോ? ബ്രേക്ക് ഇട്. ഓ, മഴക്കോളും ഒക്കെ ഇയാള്. ഇയാളെ സിംഗിൾ ഷോട്ട് കിട്ടി കേട്ടോ. ഞാനല്ലോ വാസലടേ. ഇയാളെ കന്നാ ഞാൻ വിയർത്ത് പറ്റി. പോടെ പോടെ കൊണ്ടുപോടെ കൊണ്ടുപോടെ. ഞാൻ തൊഴയണ്ട. അപ്പുറത്ത് നല്ല രസം. ചതി ചതി ചതി. എന്താ അച്ഛനെ നീ ഇടിക്കുക വഴി. എന്തോന്നട കാണിക്കുന്നേ? വള്ളത്തിൽ കൂടെ പോലും നേരെ ഓടി അറിഞ്ഞൂടെ നിനക്ക്? ബൈക്ക് നമ്മളെ ഓട്ടിക്കും. ഉണ്ട് തട്ടിയല്ലേ എവിടെ കണ്ടൊക്കെ? എവിടെ? ആ, ഇത് ഇത്ര സിമ്പിളായിരുന്നാ? ഞാൻ വല്ലാണ്ട് ഭയന്നു. ഇവിടെ ഓളമല്ല, പക്ഷെ അവിടെ തൊഴാനാ ഇത് അടിപൊളി.
വെള്ളത്തിൽ കൊണ്ട് എവിടെ പോയി? മീനെടുക്കാൻ പോയാണോ? ആ ഇത് സ്റ്റോപ്പ് ചെയ്താ എന്നാ പിടിച്ചു നിർത്തുന്ന അവൻ താങ്ക് യു. നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അത്ര ഓളം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ റിലാക്സ് ആയിട്ട് നമുക്ക് കയാക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ കണ്ടൽക്കാടുണ്ട്. നിങ്ങൾക്ക് എങ്ങോട്ട് വേണേൽ കയറി പോവാം. ആരും നിങ്ങളെ ചോദിക്കാനോ പറയാനോ ഒന്നും വരത്തില്ല. പോയിട്ട് തിരിച്ചു തന്നെ വരണം കേട്ടോ. പിന്നെ പേടിയുള്ളവർ ഇതിൻ്റെ അകത്തോട്ട് ഒറ്റയ്ക്ക് പോകാൻ നിൽക്കേണ്ട, ആരെങ്കിലും കൂടെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ തൊഴാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് രണ്ടുപേര് രണ്ടു വഴിക്ക് അങ്ങ് പിരിഞ്ഞു നേരെ. തുഴ ഇച്ചിരി കൂടെ ചെറുതാക്കിയാൽ കൊള്ളായിരുന്നല്ലേ. നോക്കട്ടെ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. അസ്ലാമിന്റെ കയാക്കിൽ മീൻ കയറിയിരിക്കുകയാണ് ഗൈസ്. ഇവന്റെ കയാക്കിൽ മീൻ കയറിയ എക്സൈറ്റ്മെന്റിൽ കാറ്റടിച്ച് ശ്രദ്ധിച്ചില്ല. നേരെ രണ്ടുപേരും ഒരു കാട്ടിന്റെ ഇടയ്ക്കിലോട്ട് അങ്ങ് കയറിപ്പോയി. നമ്മളൊന്നും ചെയ്യാതെ പിടിച്ച മീനാണ് ഗൈസ്. ഇന്ന് ഇവന്റെ ബർത്ത്ഡേ ആണ്. ഇവന്റെ ബർത്ത്ഡേ ആണ്. നമ്മളതുകൊണ്ട് പൊരിക്കാൻ നിൽക്കുന്നില്ല. ഇവന്റെ കണ്ട നല്ല പിടപ്പുണ്ട് ഗൈസ്. കണ്ടോളൂ ഗൈസ്, നല്ല പിടപ്പുണ്ട്. ഇവനാണ് ഗൈസ്. കണ്ടോ ഇന്ന് അവന്റെ ബർത്ത്ഡേ ആണ്. വെളുപ്പിട്ടോ ഇന്ന് അവന്റെ ബർത്ത്ഡേ ആണ്. നല്ല പെട്ടക്കിന മീനാണ്, ജീവനുണ്ട്. ഇവനെ കണ്ടതാ, നമ്മളിന്ന് ജീവനോടെ വിടുകയാണ് ഗൈസ്. കണ്ടോ അവന് ജീവനുണ്ട്. അവന്റെ ബർത്ത്ഡേ. നീ എങ്ങോട്ടാ? ഈ കള്ള കടയാടി കൊണ്ടുവന്ന് തന്നെ ഒരു കാട്ടി കയറ്റി ഗൈസ്. കടയിലടിച്ച്. പക്ഷെ അവനെ വെറുതെ ഉണ്ടായിരുന്നു, അവൻ പൊരിക്കാരനെ കൊണ്ടുപോയി. നമ്മളിപ്പം വന്നൊരു കാട്ടി ലോക്കായിരിക്കുകയാണ് ഗൈസ്. ഇവിടെ കൊട്ടവഞ്ചിയിൽ ആരും വന്നില്ലടേ. അപ്പുറത്ത് പോട്ട് അങ്ങോട്ട് പോട്ട്. എവിടാ കാണിച്ചു തരാം. നമ്മള് കാട്ടിൽ നിന്ന് റിവേഴ്സ് എടുക്കണം. ഇങ്ങനെ മുക്കി കൊന്നിട്ടേ ഉള്ളു ബാക്കി കാര്യം. എന്തൂടെ കാറ്റത് അങ്ങോട്ട് പോകാൻ? നീ തോന്നു പോ. നീ എന്റെ കാലിന്റെ കിടക്കാൻ നീ പോകോട്ട്. ഞങ്ങൾ മനസ്സിലായല്ലേ വേറെ ചതിക്കാൻ വേണ്ടി വന്നത്. അയാള് പറഞ്ഞ ശരി. നമ്മള് ഈ പോസിൽ അവിടെ ഉണ്ടായിരുന്നെങ്കിലേ വലിച്ചാ നമ്മള് ആ കറങ്ങിയാൻ നടന്ന്. ഇവിടെ രക്ഷപ്പെടാൻ പറ്റുവോടെ? ആ ഇവിടെ ആഴമില്ലടാ, തൊളിയാ, ചത്തുപോത്തേ ഉള്ളു. എന്തൊരു വർത്താനോടെ ആളെ വിശ്വാസം ഞാൻ വരുന്ന എല്ലായിടത്തും. ക്ലോസ് വീഡിയോ എടുക്കാന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അത് അപ്പോഴേ പറഞ്ഞ പാട്ടിന് പോയി. അപ്പോഴേ ആകാശം ശ്രദ്ധിക്കുന്നു. ഇപ്പൊ മഴ വീഴുന്നുള്ള സിറ്റുവേഷനിലേക്ക് നേരെ ഒരു പാലത്തിന്റെ അടിയിൽ പോയി അഭയം പ്രാപിച്ചു. ഞങ്ങള് മഴയത്തൊരു പാലത്തിന്റെ അടിയിൽ ഭയങ്കര മഴ. നമ്മൾ വന്നപ്പോഴേ കാർമേഘം മൂടി നിൽക്കുകയായിരുന്നെങ്കിൽ അന്തരീക്ഷം നല്ല ചൂടുണ്ടായിരുന്നു. മഴ പെയ്തപ്പോഴാണ് സത്യം പറഞ്ഞൊന്ന് ആശ്വാസമായത്. മഴ പെയ്തപ്പോൾ അത്യാവശ്യം നമ്മളൊന്ന് തണുത്തു. നമ്മൾ അത്രയും നേരം കുഴഞ്ഞ് വിയർത്ത് വന്ന് നിൽക്കുക. മഴയൊന്ന് നനയാനായിട്ട് ഞാനൊന്ന് മുതിർന്നെങ്കിലും ആദ്യം ഒരു പേടി ഉണ്ടായിട്ട് ഞാൻ തിരിച്ചങ്ങ് കയറി. മഴ വെറുതെ നനഞ്ഞ് എല്ലാം കൂടെ ചീത്തയാക്കണ്ടല്ലോ. മൈക്കും കാര്യങ്ങളും ഒക്കെ കയ്യിലിരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതേ വല വീശിയിട്ട് വരുന്ന ചേട്ടന്മാരോട് കവർ ചോദിച്ചാലോ എന്ന്. കവറ കാണുണ്ടോ? ഇല്ല, കവർ തരാൻ കാണോ? കവറ കാണുണ്ടോ? ആ ചേട്ടന്മാര് പോയതിന്റെ പുറകെ തന്നെ നമ്മളും അങ്ങ് ഇറങ്ങി കയാക്കും കൊണ്ട്. മഴയെങ്കിൽ മഴ, വെയിലെങ്കിൽ വെയിൽ.
മഴയത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ പൊന്നു മക്കളെ ആ ഫീല് നമുക്ക് മനസ്സിലായത്. മഴയത്ത് തുഴയാനായിട്ടൊരു പ്രത്യേക ഫീല് തന്നെയാണ് കേട്ടോ. മഴ മഴ നീ മൊത്തത്തിലുണ്ടോ? അത് ചെറിയ സ്ക്രീനാണ്ട് കാണാതെ. ഞങ്ങൾ വീണ്ടും പിന്നെ തുഴച്ചിൽ മത്സരം തുടങ്ങി. മത്സരം മൂത്ത് ഞാൻ അസ്ലാമിനെ അടിച്ചൊരു കാട്ടിലോട്ടം കയറ്റി. ഇടിച്ചു ഗൈസ്. കേട്ടില്ല. കേട്ടില്ല. എടാ വീഡിയോ എടുത്തോണ്ടിരിക്കുക. വളകുന്നില്ല. എൻ്റെ കയാക്ക് പിടി. അങ്ങോട്ട് പിടി എൻ്റെ കയാക്ക്. അങ്ങോട്ട് പോവാ. നേരെ പോവാ. അങ്ങോട്ട് പോവാ. നമ്മളെ ബാഗും മൈക്കും എല്ലാം നനഞ്ഞ്. പണിയാവുമെന്ന് അറിയത്തില്ല. മൊത്തം നനഞ്ഞിട്ടുണ്ട്. മഴയത്തോടുള്ള തുഴച്ചിലായതുകൊണ്ട് നമ്മൾ സമയം പോയതൊന്നും അറിഞ്ഞില്ല. നമ്മൾ ആ ഒരു എക്സൈറ്റ്മെന്റിൽ തുഴഞ്ഞങ്ങ് പോക്ക് തുടങ്ങി. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് വാച്ച് നോക്കിയത്. വാച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ടൈം കഴിയാറായി. ഇനി കയാക്ക് എടുത്തെടുത്ത് തന്നെ നമുക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തുഴയാൻ തുടങ്ങി. തുഴഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നിലോട്ട് നോക്കിയപ്പോൾ അസ്ലാമില്ല. ഞാൻ പേടിച്ചു പോയി. കാര്യം ഇവിടെ അടുത്ത അമ്പലത്തിൽ ഉത്സവം ആയതുകൊണ്ട് അധികം ആരും ഒന്നും ഇവിടെ ഇല്ല. വള്ളക്കാരോ ആരും ഒന്നുമില്ല. അവരെല്ലാവരും നേരത്തെ വള്ളം അടുപ്പിച്ചിട്ട് നേരെ ഉത്സവത്തിന് പോയിരിക്കുക. ഞാൻ കുറേ നേരം അവിടെ ഇവിടെ അസ്ലാമി എന്ന് വിളിച്ചു. എവിടെ നിന്നും വിളി കേൾക്കുന്നില്ല. നേരെ പിന്നെ നമ്മൾ ആദ്യം ക്രോസ് ചെയ്ത് വന്ന ബ്രിഡ്ജില്ലേ മഴയത്ത് കയറി നിന്ന്, അതിന് കുറച്ച് പിന്നിലായിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് അസ്ലാം അവിടെ തുഴഞ്ഞു വരുന്നത് കാണുന്നത്. ഇവനെ കണ്ടപ്പോൾ എനിക്കൊരു ആശ്വാസമായി. കാര്യം ഇവന് വാട്ടർ പേടിയാണല്ലോ, അതായത് വെള്ളത്തിലിറങ്ങാൻ പേടിയുള്ളവരതിനെ കൊണ്ടുവന്നും പോയി. ഇവനിനി എന്തെങ്കിലും പറ്റിയോ എന്നുള്ള പേടിയൊക്കെ ആയിപ്പോയി എനിക്ക് പെട്ടെന്ന്. നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു ഗായ്സ്. ഇയാളെ തട്ടു. ഭയങ്കര മഴ പെയ്തോണ്ടിരിക്കുക. ഭയങ്കര മഴ. അതിനകത്ത് ഞാനും അസ്ലാമും. ഒന്നുമില്ല ഫോട്ടോ. ഞാൻ പോകുന്നിട നീട്ടിപ്പിടി. എന്നെ അങ്ങ് പേടിപ്പിച്ചോ. ഞാനങ്ങ് ഇല്ലാണ്ടാവും. അങ്ങോട്ട് പേടിച്ചാൽ ബോർഡില്ലാണ്ടാവും. ഇങ്ങോട്ടോ ഇത് പിടിക്കാൻ ഇത് പിടിക്കാള്. നല്ല ഓളം ഉണ്ടോ? നല്ല ഓളം ഉണ്ട്. നീ അവിടെ നില്ലേ.
ഇത് ഫുള്ള് വെള്ളമോ. ഞങ്ങളിത് എവിടെ കണ്ടോ, മൊത്തം നനഞ്ഞ് അഷ്ടമുടിക്കായലിന്റെ തീരത്ത് നമ്മളിപ്പോ ഉള്ളത്. സെറ്റ്. നമ്മളല്ല അവിടെ അങ്ങ് അറ്റത്ത്. എനിക്കറിയാം പോട്ട്. നമ്മളിനി കയാക്ക് കൊണ്ട് കൊടുക്കണം. ഞങ്ങളിടയ്ക്ക് ലോസ്റ്റ് ആയി പോയുടെ. ഞങ്ങള് മൊത്തത്തിൽ ലോസ്റ്റ് ആയി പോയി. എവിടാ? അവിടെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടുപോടാ. ഞങ്ങൾ ആ ഇടക്കൂടുള്ള വഴി പോയി അവിടെ വള്ളവും ഞങ്ങളും എല്ലാം ലോക്കായി പോയി അവിടെ. അതിൽ അവനെയും കയറി ഞാൻ കയറിക്കോളാം. ഇതിലോട്ട് വീഡിയോ ഒക്കെ എടുത്ത് മഴയത്തുള്ള അതിന് ചാരുന്ന സാധനത്തിന് അതങ്ങ് പോകത്തില്ലേ ബ്രോ? അതങ്ങ് പോകത്തില്ലേ കരക്കോട്ട്? ഞാൻ നിങ്ങളെ കടയിൽ നിന്ന് വല്ലതും മേടിച്ച് കഴിക്കാന്ന് പറഞ്ഞ കട പൂട്ടിയാ നിങ്ങള്? നമ്മുടെ എക്സാം അങ്ങനെ പൂർത്തിയായിരിക്കുന്നു. ഒരുപാട് പേരുണ്ടല്ലോ, ഇഷ്ടംപോലെ പേരുണ്ട്. ഓ കറക്റ്റായിട്ട് വെള്ളത്തിൽ വീഴുമ്പോൾ ആ ഒരു ഇതിലങ്ങ് സൂപ്പറായിട്ട് പോകും. കാണിച്ചോ ബ്രോ? അത് കണ്ടലിന്റെ തൈ കേട്ടോ. ഇതിങ്ങനെ നേരെ ഒന്ന് വെള്ളത്തിൽ ഇരിക്കത്തേ ഉള്ളൂ. അവിടെ നിന്ന് പൊഴിഞ്ഞു പോകണം. അല്ലാതെ വെള്ളത്തിൽ ഒഴുകിപ്പോ എവിടെയെങ്കിലും ഒന്ന് കളിക്കുന്നു ബ്രോ പറയുന്നു. ഇതിന് മറ്റേ ഇത് സ്റ്റോപ്പ് ചെല്ലാന്ന് ബ്രോ, കട്ടിയാക്കാനായിട്ട്. ഓ ഇത് എത്ര 3000 4000 എത്ര ബ്രോ വില? എന്തിനാ മേടിക്കുന്നേ? ആ ഓടാടുന്നു. ഭയങ്കര പവർ സാധനത്തിന്. ഞണ്ടിനെ കണ്ടു. കടൽ മച്ചാൻ ഞൊട്ട ചണ്ടുണ്ടോ നമ്മളവിടെ? ഇവിടുത്തെ കാര്യം ഇവിടെ തന്നെ പിടിക്കുന്നതാണ്. നമുക്ക് ഞണ്ടിന്റെ നമ്മൾ കയാക്കിങ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേ മഴയൊക്കെ പെയ്ത് ശാന്തമായി. നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ കാശിക്കുട്ടനും നമ്മളോട് കൂട്ടുകൂടാൻ വന്നു. അസ്ലവും പുള്ളിയായിട്ട് ഭയങ്കര കൂട്ടായി. നമുക്കിവിടെ ഫുൾ ഹെൽപ്പും ചെയ്തതാ ബ്രോ. പേര് പറഞ്ഞോ ബ്രോ? ഡൊമിനിക് ബ്രോ നമുക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തന്നെ. നിങ്ങൾ മൺട്രോത്തുരുത്തി വരികയാണെങ്കിൽ ബ്രോയെ കോൺടാക്ട് ചെയ്യുക. ബ്രോയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇപ്പം പെഡൽ ബോട്ട് ഉണ്ട്, കായാക്കിംഗ് ഉണ്ട്, ഷിക്കാര ബോട്ട് ഉണ്ട്, കനോയ് റൈഡ് ഉണ്ട്. ഇത് 4 സംഭവം നമ്മുടെ അടുത്തുണ്ട്. പിന്നെ നമ്മളിപ്പം 6 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. വൈകിട്ട് ഒരു 6 മണിയാകുമ്പോൾ തന്നെ ക്ലോസ് ചെയ്യും. ക്ലോസിംഗ് ടൈം പിന്നെ ഒരു 6:30 വരെയൊക്കെ കാണും. എന്നാലും 6 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. ഓക്കെ. ഇവിടെ ഒരു ഐഡിയൽ ടൈം എപ്പോഴാണ് ബ്രോ? വന്ന് ഫുൾ എൻജോയ് ചെയ്യാനായിട്ടുള്ള ഐഡിയൽ ടൈം എപ്പോഴാണ് ഇവിടുത്തെ? രാവിലെ ഒരു മോർണിംഗ് 6 മണിക്ക് വരുന്നതായിരിക്കും ബെറ്റർ. എന്ന് വെച്ചാൽ ലൈറ്റും കാര്യങ്ങളും അത്യാവശ്യം കറക്റ്റ് ആ ഒരു സൺറൈസ് സമയത്ത് കാണാനായിരിക്കും ഏറ്റവും അടിപൊളിയെന്ന് തോന്നുന്നു. ഓക്കെ. അല്ലെ പിന്നെ സൺസെറ്റ് സമയത്ത് പറഞ്ഞാൽ ഒരു 4 മണിക്ക് വന്നാൽ ഒരു 4:00ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന രീതി സൺറൈസ് കിട്ടും. ഓ ഈവനിങ്ങും ഏർലി മോർണിംഗും ഇല്ലേ ബ്രോ? 2 സമയം ബോട്ടിങ് ചെയ്യാനാണ് ആ 2 സമയം ഉള്ളൂ. ഉച്ചക്കൊക്കെ ആകുമ്പോൾ ചൂടായിരിക്കും വെയിലും കാര്യങ്ങളും. ഓക്കെ ഓക്കെ ബ്രോ. ഓക്കെ. നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് നല്ല ചൂടായിരുന്നു. പിന്നെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉള്ള നല്ല മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലോണം എൻജോയ് ചെയ്തു ഇവിടുത്തെ റൈഡ്. അടാസില് പോവാ. ഇത് ഇച്ചിരി പാടാണ്. മീനാണോ കാശി? ഈവനിങ് ഇപ്പോൾ ഇവിടെ ഒരു സൺസെറ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്.
മഴ പെയ്ത് തോന്നിക്കുന്ന ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഗുണമുണ്ടായി. ഇവിടെ ഒരു മഴവില്ല് കാണാൻ പറ്റി നമുക്ക്. ദേ കണ്ടോ? പിന്നെ നമ്മൾ കുറേ നേരം ആ മഴവില്ലൊക്കെ നോക്കി നിന്നു. അങ്ങനെ നമുക്ക് മൺട്രോത്തുരുത്തിനോട് വിട പറയാൻ സമയമായി. നമ്മളങ്ങനെ ഈ ദൂരെ നിന്നുള്ള സൺസെറ്റിങ് കണ്ട് നേരെ ഇനി വീട്ടിലേക്ക്. നിങ്ങൾക്ക് ഈ പ്ലേസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ കൊല്ലത്തുള്ളവരോ അല്ലെ എവിടെയെങ്കിലും ഇരുന്ന് ഈ വീഡിയോ കാണുന്നവരോ ആണെങ്കിൽ നിങ്ങൾ ഒരു ദിവസമെങ്കിലും വന്ന് ഈ മൺട്രോത്തുരുത്തിലെ കയാക്കിംഗ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര എക്സ്പെൻസീവോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങളെ ബഡ്ജറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാം. പിന്നെ ഈ ഡൊമറ്റിക് ബ്രദറിൻ്റെ അടുത്ത് നിങ്ങൾ വരുന്നെങ്കിലുള്ള അഡ്വാൻറ്റേജ്, ഇവർക്ക് നല്ല ഫ്രഷ് ഫിഷിൻ്റെ പരിപാടിയുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ ഇവിടുന്ന് ഫിഷ് മേടിച്ചുകൊണ്ട് പോകാം റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ. അപ്പോൾ വെള്ളം പേടിയുള്ളവരും കയാക്കിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കൂട്ടത്തിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പുതിയ പുതിയ വീഡിയോകൾ ഇനി ഡെയിലി വരുന്നതായിരിക്കും. ഉറപ്പായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നമ്മളെ കൂടെ തന്നെ കാണണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. താങ്ക് യു സോ മച്ച്.